പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. 10 വർഷം കടന്നുപോയിട്ടും മറക്കാൻ കഴിയാത്ത ദുരനുഭവമാണ് അത്. നോട്ടു നിരോധനം. ഓർമ്മയില്ലേ 500-ന്റെയും 1000-ന്റെയും കറൻസി നോട്ടുകൾ ഒറ്റയടിക്ക് അസാധുവാക്കിയത്? അത് ഓർക്കുന്ന ആരും ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ വേണ്ട, ഡിജിറ്റൽ ഇടപാട് മാത്രം മതിയെന്ന് അടുത്ത കാലത്തെന്നും പറയുമെന്ന് തോന്നുന്നില്ല. 2016 ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട നോട്ടു നിരോധനം വിളംബരം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇനി ഒരിക്കലും അത്തരത്തിലൊന്നു ചെയ്യുമെന്ന് തോന്നുന്നില്ല. ജനം കഷ്ടപ്പെട്ടു, സർക്കാർ ഒരുവിധം തടി രക്ഷിച്ചു എന്നതാണ് പഴയ നോട്ടു നിരോധനത്തിന്റെ കഥ. അന്നേരം ഇതാ ബേൺസ്റ്റീൻ വരികയാണ്. ആഗോള ബ്രോക്കറേജ് സ്ഥാപനമാണത്. അവരുടെ പുതിയ ആഹ്വാനം ഇതാണ്: കറൻസിയുടെ ഇടപാട് കുറയ്ക്കണം, ഡിജിറ്റൽ ഇടപാടിലേക്ക് ഇന്ത്യ മാറണം, അങ്ങനെ പണമിടപാട് കൂടുതൽ സുതാര്യമാക്കണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഏകോപിതമാക്കണം, നികുതി സംവിധാനം വിപുലപ്പെടുത്തണം, സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഉപയോക്താവായല്ല നിയന്ത്രകരായി ഇന്ത്യ മാറണം, ഡിജിറ്റൽ പേയ്മെന്റ് വ്യാപകമായി എന്നൊക്കെ ശരി, എന്നാൽ അനൗപചാരിക പണമിടപാടും കറൻസിയുടെ വലിയ തോതിലുള്ള ഉപയോഗവും ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് സുതാര്യത കുറയുന്നു എന്നാണ് ബേൺസ്റ്റീനിന്റെ പക്ഷം. അതുകൊണ്ട് ഇനി എന്തു ചെയ്യണം? 5 വർഷം കൊണ്ട് വലിയ കറൻസി നോട്ടുകൾ ശരിക്കും കുറയ്ക്കണം. 10 രൂപയുടെ മറ്റും നോട്ടുകൾ മതി, മറ്റു ഉയർന്ന തുകയുടെ കറൻസി ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് ബേൺസ്റ്റീൻ. എന്നാൽ ഇതിന് ഇന്ത്യക്ക് കഴിയുമോ? പണമിടപാട് ഡിജിറ്റലായും കറൻസിയായും നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കാനേ ഇന്നത്തെ നിലയിൽ ഇന്ത്യയുടെ ഏതൊരു സർക്കാരിനും സാധിക്കൂ. അതുകൊണ്ടാണ് നിരോധിച്ച 500-ന് പകരം പുതിയ 500 രൂപ നോട്ടുകൾ ഇറക്കിയത്, 2000 രൂപ നോട്ടിന്റെ പരീക്ഷണം നടത്തിയത്. രാജ്യത്ത് പ്രചാരണത്തിലുണ്ടായിരുന്ന കറൻസി നോട്ടുകളിൽ 86% ഒറ്റയടിക്ക് 2016 സർക്കാർ പിൻവലിച്ചതാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം വന്നിട്ടും നിരോധിച്ചതിനേക്കാൾ കൂടുതൽ കറൻസി നോട്ടുകൾ അച്ചടിച്ചു വിതരണം ചെയ്യേണ്ടി വന്നു എന്നതാണ് നോട്ട് നിരോധനത്തിന്റെ മറ്റൊരു വശം. പക്ഷേ ഇന്ന് ചായക്കട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ QR കോഡാണ്. ചേഞ്ച് ഇല്ല എന്ന പ്രശ്നം മിക്കവാറും വരാറില്ല. പണം അയക്കുന്നത് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത് പോലെ ഈസിയായി. UPI ഇല്ലാതെ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ 2016 പാഠം മറക്കേണ്ട. നോട്ട് നിരോധനത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ബ്ലാക്ക് മണി കുറയ്ക്കുക, ക്യാഷ് ഉപയോഗം കുറയ്ക്കുക, നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവ ഇതിൽ പ്രധാനമാണ്. പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ല. പഴയ നോട്ടുകളുടെ ഭൂരിഭാഗവും ബാങ്കിലേക്ക് തന്നെ തിരിച്ചു വന്നു. ക്യാഷ് വീണ്ടും സിസ്റ്റത്തിലേക്ക് തിരിച്ചു കയറി. അനൗപചാരിക സമ്പദ് വ്യവസ്ഥ മിക്കവാറും അതേപടി നിലനിന്നു. അതുകൊണ്ട് ബേൺസ്റ്റീന്റെ നിർദ്ദേശം കേൾക്കുന്ന പലർക്കും തോന്നുക ഇതെല്ലാം ഇതിനകം പരീക്ഷിച്ചു പരാജയപ്പെട്ടതല്ലേ എന്നതാണ്. യാഥാർത്ഥ്യത്തിൽ ഇന്ത്യക്ക് ക്യാഷ്ലെസ് ആകാൻ ഒരിക്കലുമാകില്ല. ഇന്ന് ഒരു കൈയിൽ UPI ആപ്പും മറുകൈയിൽ ക്യാഷുമായി നിൽക്കുകയാണ് ഇന്ത്യക്കാർ. സൂപ്പർ മാർക്കറ്റിൽ QR കോഡ് സ്കാനിംഗ് ആണെങ്കിൽ ഓട്ടോറിക്ഷയിൽ ക്യാഷ് ആണ്. അതായത് ഇന്ത്യക്ക് ക്യാഷും വേണം, ഒപ്പം ഡിജിറ്റലും ആവണം.